വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പോലെയുള്ള ഒരു ഇൻഫ്ലുവൻസർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബജീവിതവും സാമ്പത്തികവും ഒക്കെ തകർത്ത് തരിപ്പണമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ നിങ്ങൾ വിശ്വസിച്ചോട്ടോ? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ഥിരമായി നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയല്ല ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതായത് റീലിൻ്റെ മുമ്പത്ത് വന്നിട്ട് അവർ ചിരിക്കും, റീലിൻ്റെ ബാക്കിൽ അവർ ഫൈറ്റ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. സംതിങ് ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സംതിങ് ബിഗ്. ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിച്ച കുറേ ആളുകളെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പെൺകുട്ടിയുടെ പേര് ഒരു നേഹ എന്നിടാം. ഒരു ഇൻസിഡൻറ്റ് ഞാനിവിടെ പറയാം. ഓക്കെ, ഇപ്പം ഈ നേഹയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭയങ്കര വലിയ ആഗ്രഹമാണ് കോണ്ടന്റ് ക്രിയേറ്റർ ആവുക, നമ്മളെപ്പോലെ യൂട്യൂബർ ആവുക, ഇൻസ്റ്റഗ്രാമർ ആവുക എന്നുള്ളതൊക്കെ. അപ്പോൾ അവൾ വീട്ടിലിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഹസ്ബൻഡിനോട് പറയുന്നു, ഒരുപാട് പ്രൊവോക്ക് ചെയ്ത് ഒരുപാട് നിർബന്ധം പിടിച്ച് വാശി കാണിച്ച് ഒരു ഐഫോൺ വാങ്ങിക്കുന്ന, മൈക്ക്, ട്രൈപോഡ്, റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൾ ഹസ്ബൻഡിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, വെറുതെ വീട്ടിലിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാമല്ലോ, കുട്ടികളുടെ കാര്യവും വീട്ടിലുള്ള പെറ്റ്സിൻ്റെ കാര്യമൊക്കെ കാണിച്ചാൽ തന്നെ നമുക്ക് ചുമ്മാ ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു രീതിക്കാണ് ആള് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് അവളുടെ മൈൻഡ് സെറ്റ് മാറാൻ തുടങ്ങി. കാരണം അവൾ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്ന സമയത്ത് അവർ ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സുകൾ ഇടുന്നു, കറങ്ങാൻ പോകുന്നു, ഫുൾ ടൈം ഔട്ട്സൈഡ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ആ ഒരു ഗ്ലാമറസ് ഫീൽഡിനോടുള്ളൊരു അട്രാക്ഷൻ കൂടി തുടങ്ങി. അപ്പോൾ എന്തായി, ഇതൊക്കെ ഓരോന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പൈസ കൊടുത്ത് വാങ്ങിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് ഇതിന്, അതായത് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് ഹസ്ബൻഡ് എന്താ പറയും, ഔട്ട്ഡോർ ഒന്നും വേണ്ട, ഉള്ളത് വെച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഷൂട്ട് ചെയ്തിട്ട് കിട്ടുന്നത് മതി എന്ന് പറയാൻ തുടങ്ങി. ആൻഡ് ഈ ഒരു കേസ് എൻ്റെ അടുത്തേക്ക് എത്തുന്നത് എന്താ വെച്ചാൽ, ഹസ്ബൻഡ് ഒന്നിനും ഒരു സ്വാതന്ത്ര്യം തരുന്നില്ല. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോട് ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. എൻ്റെ ഹസ്ബൻഡിന് ഞാൻ രക്ഷപ്പെടുന്നതിനോട് തീരെ താല്പര്യമില്ല. ഞാൻ എപ്പോഴും അയാളുടെ കാലിൻ്റെ അടിയിൽ കിടക്കണം എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു പിന്തിരിപ്പൻ മൂരാച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഈ കാര്യം വരുന്നത്. ആൻഡ് എനിക്ക് പുറത്ത് പോകണം, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങണം, അതിൻ്റെ വീഡിയോ എടുത്തിടണം എന്നൊക്കെ ഞാൻ പറയുന്ന സമയത്ത് അയാൾ എനിക്ക് സോഷ്യൽ മീഡിയേൻ്റെ ഇത് ക്രേസ് കയറി പ്രാന്തായി എന്നാണ് പറയുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനലി അത് ഡിവോഴ്സ് വരെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും ഉപേക്ഷിച്ച് പോകുന്നത് വരയ്ക്കുള്ള സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലോട്ട് എത്തുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന നേഹ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, എനിക്ക് ജീവിതമില്ലേ, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് ജോലി ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ, ഞാൻ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ എന്നുള്ളൊരു കാര്യം. അപ്പോൾ കുട്ടികളെ ആര് നോക്കുമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ രണ്ടാളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളെ എന്നെ ഏൽപ്പിച്ചിട്ട് ആൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, ആൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എനിക്ക് പൈസ തരുന്നതിനും അല്ലെങ്കിൽ എനിക്ക് ചുരിദാർ വാങ്ങണമെങ്കിലും ബാക്കിയുള്ളതിനും ഞാൻ ആളോട് ചോദിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് കുട്ടികളെ, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കുട്ടികളെ ഹസ്ബൻഡ് അയാൾ നോക്കിക്കൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് അയാൾ പണിക്ക് പോകുമ്പോൾ ഞാൻ നോക്കുന്ന പോലെ ഇയാൾക്ക് ഞാൻ പണിക്ക് പോകുമ്പോൾ നോക്കിക്കൂടാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ടോ. സീരിയസ്ലി ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു റിയൽ ഫാക്റ്റ് ഈ സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്, രാവും പകലും നല്ല രീതിക്ക് നോക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന പോലെ തന്നെ എനിക്കും ജോലിക്ക് പോകണം, കുട്ടികൾ രണ്ടാളുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. യെസ്, ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ പാറ്റേൺ എന്ന് പറയുന്നത് രാവും പകലും ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക്, അതായത് കുട്ടികളൊന്ന് വലുതാവുന്നത് വരെ നിങ്ങൾക്ക് കരിയർ ബ്രേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കിയിട്ട് ഹസ്ബൻഡ് കുട്ടികളെ നോക്കുമ്പോൾ ഹസ്ബൻഡിനെയും കുട്ടികളെയും ഹസ്ബൻഡ് ചിലവാക്കുന്ന അതേപോലെ ചിലവാക്കി നിങ്ങളുടെ ഫാമിലി ബിൽഡ് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള ഫിനാൻസ് നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാവുമെന്ന് നോക്കണം. അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ ഹസ്ബൻഡ് നോക്കുന്നത് പോലെ, ഹസ്ബൻഡ് ചിലവാക്കുന്നത് പോലെ ചിലവാക്കാൻ നിങ്ങൾ വില്ലിങ് ആണോ എന്ന് നോക്കണം. ഹസ്ബൻഡ് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് പോലെ ടേക്ക് കെയർ ചെയ്യാൻ ക്യാപ്പബിൾ ആണോ എന്ന് നോക്കണം. അതായത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള കോമ്പറ്റീഷൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണ്ടാന്നോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യണ്ടാന്നോ, നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം സീക്ക് ചെയ്യണ്ടാന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊരു സെലിബ്രിറ്റി വേൾഡ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഉപേക്ഷിക്കാൻ പോവാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ആൾ ഹനിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ പറയുന്ന ഹസ്ബൻഡിന് എത്രമാത്രം സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കണം. കാരണം മിക്കവാറും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് സ്വാതന്ത്ര്യം വാങ്ങിയിട്ട് ഞാൻ രക്ഷപ്പെടാൻ പോവാണെന്ന് പറയുന്ന ഹസ്ബൻഡുമാരുടെ ജോലി എന്ന് പറയുന്നത് രാത്രിയും പകലും, രാത്രി ചിലപ്പോൾ 3-4 മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം മൊത്തം അവർ ജോലി ചെയ്യായിരിക്കും. അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡുമാരായിട്ടായിരിക്കും ഭാര്യമാർ ഇത് പറയുന്നുണ്ടാവുക. ഇവർക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്താലും ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, അത് എൻ്റെ റൈറ്റ് ആണെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ അവിടെ
പെട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ വരുന്നൊരു കാര്യം ഇതാണ്, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഡെയിലി തല്ലാണ്. അപ്പോൾ ആ വഴക്ക് കണ്ടും എൻ്റെ മക്കൾ വളരുന്നതിനേക്കാളും നല്ലത് ഞങ്ങൾ രണ്ടറ്റത്ത് നിന്നിട്ട് എൻ്റെ മക്കൾ വളരുന്നതല്ലേന്ന്. നിങ്ങൾ രണ്ടറ്റത്ത് നിന്നിട്ട് നിങ്ങളുടെ മക്കൾ വളരുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ മക്കൾ വളരുന്നത് വരേക്ക് ഇത്തിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, റിയാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോസ് ഇട്ട് പോകുന്ന വീഡിയോസ് ഇട്ട്, അതേപോലെ ഞാനിങ്ങനെ പഞ്ചായത്തിൽ പോകുന്ന അല്ലെങ്കിൽ വാർഡിലൂടെ പോകുന്ന, നമ്മൾ വീഡിയോസ് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്ന, എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അങ്ങോട്ട് ഷൂട്ടിനെ പോകുന്ന പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾക്ക് കുറേ തോന്നുന്ന കാര്യങ്ങളുണ്ടല്ലോ. എൻ്റെ ബോഡി തന്നെ വീക്കായിട്ട് എൻ്റെ ബോഡി എന്നെ ഫോഴ്സ്ഫുള്ളി റെസ്റ്റിൽ നിർത്തുന്ന ഒരു കണ്ടീഷൻ വരെ ഞാൻ ഓടുകയാണ്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും എല്ലാ സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നോട്ട് ഇങ്ങനെ കെട്ടുകണക്കിന് നിൽക്കൂല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഇട്ട് കറക്റ്റായിട്ട് ഒരു നീഷ് ഉണ്ടാക്കി അതിൽ കൃത്യമായിട്ട് കൊളാബ് എടുത്ത വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ എടുത്ത് എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡ് കൂടെയാണ് ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഹസ്ബൻഡിനോട് ജോലി കളഞ്ഞ് വീട്ടിലിരിക്കാൻ പറയുന്ന സമയത്ത് ഈ കോണ്ടന്റ് ക്രിയേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഹസ്ബൻഡിൻ്റെ ജോബ് വേണ്ടി വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം സോഷ്യൽ മീഡിയക്ക് അവരുടെ ക്രൈറ്റീരിയ മാറും, SEO മാറും. ചിലപ്പോൾ നിങ്ങൾക്ക് മില്യൺ കണക്കിന് വ്യൂസ് വരുന്നുണ്ടായിരുന്ന ചാനലുകൾ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 1K 2K ഒക്കെ വ്യൂസ് വരുന്ന ഇപ്പോഴും അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പിന്നെയും അവർ ഇൻസ്റ്റഗ്രാമിൽ കൊളാബ് ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതൊരു സ്ഥിര വരുമാനം തന്നെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇതിനൊരു കരിയർ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും 4 പുറത്തുനിന്നും ഏർണിങ്സ് സീക്ക് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ക്യാപ്പബിൾ ആവണം. എനിക്ക് ഹൈ ആവണം, എനിക്ക് സെലിബ്രിറ്റി ആവണം, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ തിങ്ക് ചെയ്യരുത്. മോറോവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു നല്ല വ്യക്തിയാണോ, ആവശ്യത്തിന് നിങ്ങൾക്ക് ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു ഹാപ്പി ലൈഫ് പുള്ളി അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾ സ്ലോലി, നിങ്ങളുടെ കരിയറും പാഷനൊക്കെ നിങ്ങൾ സ്ലോലി ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരെണ്ണം ഒഴിവാക്കിയിട്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫാമിലി ഒഴിവാക്കിയിട്ട് നിങ്ങൾ എത്ര വലിയ ഹൈറ്റ്സിലെത്തിയാലും സമാധാനത്തോടുള്ളൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ ഇത് ബോണസാണ്. സമാധാനത്തോടെയുള്ളൊരു കുടുംബജീവിതം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ബട്ട് നോട്ട് പീസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ സാധനം വാങ്ങുമ്പോൾ കുറച്ച് സമാധാനമൊക്കെ കിട്ടുമായിരിക്കും, കുറേ സന്തോഷമൊക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഒരു എക്സ്ട്രാ പീസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട്, പിന്നെ പറയുന്ന കാര്യമുണ്ട്, അയാൾ എന്നെ കൺട്രോൾ ചെയ്യാണ്, ഞാൻ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ രാത്രി വരുന്നതെന്ന്, നേരം വൈകിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ കൺട്രോൾ ചെയ്യാണ്, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. കുഞ്ഞി കൺട്രോളിങ്ങും കുഞ്ഞി പരിഭവം പറച്ചിലും ഒക്കെ ഉണ്ടെങ്കിലുള്ള സുഖം എന്താ? ഈ കൺട്രോളിങ്ങിനൊന്നും ഒരാളില്ലാതെ ആകുമ്പോൾ നമുക്ക് എത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് വയ്യാണ്ട് കിടക്കുകയാണ്, നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പം എനിക്കൊന്ന് വയ്യാണ്ടാകുമ്പോൾ ഞാൻ കിടക്കുകയാണ്, അപ്പം ഞാൻ മെഡിസിൻ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പശു വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, പക്ഷേ ഈ ഭക്ഷണം കഴിച്ചോ? അപ്പോൾ ഞാൻ പറയണില്ല, എനിക്ക് വേണ്ട. അപ്പം മര്യാദയ്ക്ക് എണീറ്റ് കഴിച്ചോട്ടോ, നിങ്ങൾ ശരീരം ക്ഷീണിക്കുന്നുണ്ടല്ലേ, കഴിക്കടി പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുമ്പോൾ ഇഷ്ടം കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതാണത്. അതേപോലെ തന്നെ ആയിരിക്കും മേ ബി നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ട് വരുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ടോ ഒക്കെ ആൾ പറയാന്നുള്ളത്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഏതൊരു ബന്ധത്തിൻ്റെയും കീ. നിങ്ങൾ അയാളുടെ അടുത്ത് അടി ഉണ്ടാക്കി പുറത്തു പോകുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അയാളുടെ അടുത്ത് നിങ്ങളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും പറഞ്ഞ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു എന്താ പറയുക, ഒന്ന് ഇരുന്ന് സംസാരിച്ച് തീരുമാനമൊക്കെ എടുത്ത് സോർട്ട് ഔട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ ഡിവോഴ്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ നോക്കൂല, നിങ്ങളുടെ കുട്ടികളെ നോക്കൂല, ആള് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ട് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് ടോർച്ചർ ചെയ്തിട്ടിരിക്കുകയാണ് ആ മനുഷ്യനെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് യു ക്യാൻ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നോക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എല്ലാം തന്നിട്ടും ആളുടെ കരിയർ സെറ്റാക്കി എനിക്ക് എൻ്റെ കരിയർ സെറ്റാക്കണം എന്നുള്ളൊരു രീതിക്ക് പോകുമ്പോൾ ഇപ്പുറത്ത് നിങ്ങളാൽ ഭൂമിയിലോട്ട് വന്ന, ഒരിക്കലും അവർ ഡിമാൻഡ് ചെയ്യാണ്ട് നിങ്ങളാൽ ഭൂമിയിലോട്ട് കൊണ്ടുവന്ന കുട്ടികളുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയ, ഇനിയിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റ് കാലിയാക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത്, അതായത് ഞാൻ അടക്കമുള്ള ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾക്ക് കുറേ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തി തരും. അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും, അതല്ല പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ കിട്ടും, അല്ലെങ്കിൽ നേരിട്ട് ബ്രാൻഡ് നമുക്ക് പൈസ തന്നിട്ട് പ്രൊമോട്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും. ഇനി പ്രൊമോഷൻ ത്രൂ അല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ, എൻ്റെ പോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കുറേ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഷെയർ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ള സാധനം
ക്ലെൻസർ, മോയ്സ്ചറൈസർ, അത്രയും അത്യാവശ്യമാണെങ്കിൽ ട്രീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിറം, അതേപോലെ തന്നെ സൺസ്ക്രീൻ. ഈ 4 സാധനമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധനം അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇത് 4 നിങ്ങളുടെ സിറം വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി എന്നുള്ളൂ കേട്ടോ. ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മസ്റ്റാണ്. പിന്നെ ഒരു നല്ലൊരു ലിപ് ബാമും. ഈ ഒരു 4-5 സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ലിസ്റ്റ് കഴിഞ്ഞ്. പിന്നെ മേക്കപ്പിലോട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഓരോ ഇൻഫ്ലുവൻസർ പറയുന്നത് ഇങ്ങനെ വാങ്ങി വാങ്ങി കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മൾ ചില വീഡിയോയുടെ താഴെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ കുറേ കുത്ത് അവർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് Day 1 ഈ സിറട്ടപ്പ് ഇങ്ങനെ കുറഞ്ഞു, Day 2 ഈ സിറട്ടപ്പ് ഇങ്ങനെ കുറഞ്ഞു, Day 3 സിറം ക്ലീൻ. എന്നിട്ട് ആ കുത്ത് അവർ ആ മേക്കപ്പ് ഇങ്ങനെ കുറച്ച് മേക്കപ്പിൻ്റെ അളവ് കൂട്ടി, അതായത് കുത്ത് കുറച്ച് മേക്കപ്പിൻ്റെ അളവ് കൂട്ടി കൊണ്ടുവന്നിട്ട് ക്ലീൻ ആയെന്ന് പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫേക്ക് ആഡ്സില്ല, സെയിം സംഭവം ലിപ് ബാമിലൊക്കെ അവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫേക്ക് ആഡ്സിൻ്റെ താഴെ പോയിട്ട് ലിങ്ക് ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും. പോണത് നിങ്ങളുടെ പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ പൈസ. ഇങ്ങനെ കണ്ടമാനം പൈസ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിവ് വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരുന്ന ആൾക്കാർക്ക് വെളിവ് വരും. സോ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ടാവും, അപ്പോൾ ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതായിരിക്കില്ല ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവാം, ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്നതായിരിക്കില്ല കോമ്പിനേഷൻ സ്കിന്നിന് സ്യൂട്ട് ആവാം. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാവുന്നത് ഏതാണോ അത് നോക്കുക. പിന്നെ നിങ്ങളുടെ ആക്നെ പ്രോൺ സെൻസിറ്റീവ് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ക്ലോഗ്സിനെയൊന്നും പോഴ്സിനെയൊന്നും ക്ലോഗ് ചെയ്യാത്ത തരത്തിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത്, എന്നിട്ട് വാങ്ങിക്കുക. പിന്നെ എല്ലാതും വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങൾ ഗ്ലോ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒന്നാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ നോക്കുക. ഈ പരസ്യത്തിൻ്റെയൊക്കെ പുറകെ പോണതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടോ നോക്കുക. ഇപ്പോൾ PCOS, എനിക്ക് PCOS ഉണ്ട്, പിഗ്മെൻറ്റേഷൻ അത്രയും സിവിയർ ആവാൻ കാരണം PCOS ആണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. എൻ്റെ പിഗ്മെൻറ്റേഷൻ്റെ കൂടെ തന്നെ ഈ ആക്നെ കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം അതിൻ്റെ ഹോർമോൺ ഡിഫറൻസും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. അതൊക്കെ അവിടെ ക്ലിയർ ചെയ്ത് ഞാൻ ഫുഡ് നല്ലപോലെ കഴിക്കാൻ തുടങ്ങി, നല്ല രീതിക്ക് സപ്ലിമെൻറ്റ്സ് എടുത്തു തുടങ്ങി, കൂട്ടത്തിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ക്ലെൻസ് ചെയ്യുന്ന, മോയ്സ്ചറൈസ് ചെയ്യുന്ന, സൺസ്ക്രീൻ എടുത്ത് സ്കിന്ന് ബെറ്ററായി വരുന്നു. മതി, അത്ര മതി. പിന്നെ മിനിമൽ ആയിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് നിറയെ കുത്തും പുള്ളിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മേക്കപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മിനിമൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഈവൺ ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ അത് സീൽ ചെയ്യാനായിട്ടൊരു സ്പ്രേയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെറ്റിംഗ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ധാരാളം മതി. അപ്പോൾ മിനിമം പ്രൊഡക്ട്സ് മുഖത്ത് യൂസ് ചെയ്യുക. നമ്മുടെ മുഖമാണ്. ഇൻഫ്ലുവൻസേഴ്സ് പൈസ ചിലവാക്കിയിട്ട് മാത്രമല്ല അവർക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്, കൊളാബായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇവർ ഈ ചിലവാക്കുന്ന പൈസയുടെ 10 ഇരട്ടി നിങ്ങളെപ്പോലുള്ള ആളുകൾ വാങ്ങിച്ചിട്ട് കിട്ടും. അപ്പോൾ പോക്കറ്റ് കാലിയാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹസ്ബൻഡ്സ് ഇറിറ്റേറ്റഡ് ആവും, അവർ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫ്രീഡവും ബാക്കിയുള്ള സാധനമൊക്കെ വേണമെന്ന് തോന്നും. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങൾ റിയലൈസ് ചെയ്യും 1500 രൂപയുടെ സൺസ്ക്രീനോ വേണ്ട കുറയട്ടെ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരും. സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. അതായത് നിങ്ങളൊരു ഫാമിലി നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ റൺ ചെയ്യിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഗോൾഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവും. നല്ലൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി സപ്പോർട്ട് കിട്ടുന്ന അത്ര നല്ലതായിരിക്കില്ല വേറെ എന്ത് എവിടെ നിന്ന് കിട്ടുന്നതും. സോ ഡിവോഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമൊക്കെ തകർക്കുന്നതിന് മുമ്പേ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ തകർക്കുന്നതിന് മുന്നേ എന്താണ് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വേണ്ടത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. അതേപോലെ ഇത് ഉപയോഗപ്പെടും എന്ന് തോന്നുന്ന ഭാര്യമാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, സഹോദരിമാർക്ക് ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലാണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളിലോട്ട് ഇനി എത്തുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.